പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിനെ നടുക്കി ഇമാർ ബർഗയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 15 മരണം. ഷെഖ്സാദ് ടൗൺ മേഖലയിലെ തർലായി ഇംബർഗയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. സ്ഫോടനത്തിൽ 80ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് വിശ്വാസികൾ ഒത്തുകൂടിയ സമയത്താണ് ഷിയ ആരാധനാലയമായ ഇമാം ബർഗയുടെ പ്രധാന കവാടത്തിൽ ചാവേർ പൊട്ടിത്തെറിച്ചത്. ആരാധനാലയത്തിനുള്ളിലെ പ്രധാന ഹാളിലേക്ക് കടക്കാൻ ശ്രമിച്ച ചാവേറിനെ കവാടത്തിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്നാണ് വിവരം. ഇത് വലിയൊരു ദുരന്തം ഒഴിവാക്കിയെങ്കിലും കവാടത്തിന് സമീപം വെച്ച് ചാവേർ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇമാം ബർഗയുടെ കവാടം തകരുകയും സമീപത്തെ കെട്ടിടങ്ങളുടെ ജനൽ ചില്ലകൾ തകരുകയും ചെയ്തു. മൃതദേഹങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്ഫോടനത്തെ തുടർന്ന് ഇസ്ലാമാബാദ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് നഗരത്തിലുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, പോളിക്ലിനിക് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മാറ്റി. PIMSൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസും അർദ്ധസൈനിക വിഭാഗവും പ്രദേശം വളയുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 6 മാസത്തിനിടെ ഇസ്ലാമാബാദിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ സ്ഫോടനമാണിത്. ഇസ്ലാമാബാദ് കോടതി സമുച്ചയത്തിന് സമീപമുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് സ്ഫോടനം നടന്നിരിക്കുന്നത്. രാജ്യം ഒരു യുദ്ധാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് കഴിഞ്ഞ നവംബറിലെ ആക്രമണത്തിന് ശേഷം പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പ്രസ്താവിച്ചിരുന്നു. നിലവിലെ സാഹചര്യം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെ വീണ്ടും ചോദ്യചിഹ്നത്തിലാക്കുന്നു. അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടും US-ഉമായുള്ള നയതന്ത്ര ബന്ധത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്. ഇന്ത്യ-US വ്യാപാര കരാറിന് പിന്നാലെ തീരുവ 18% കുറച്ചതാണ് നയതന്ത്ര രംഗത്ത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയത്. US-ഉമായി മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടും 19% പാകിസ്ഥാന് US ഏർപ്പെടുത്തിയ തീരുവ, അതും ഇന്ത്യയേക്കാൾ കൂടുതൽ. ഇതോടെ പാക് ഭരണ നേതൃത്വത്തിന് നേർക്ക് കടുത്ത വിമർശനമാണ് പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതേസമയം ഇസ്ലാമാബാദിലുണ്ടായ ഈയൊരു സംഭവത്തിൽ 100-ലേറെ പേർക്ക് പരിക്കുപറ്റി എന്നാണ് അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോഴും പോലീസും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാവേർ ആക്രമണത്തിന് പിന്നാലെ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്ന അവസ്ഥയാണ്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഇസ്ലാമാബാദിലെ G11 മേഖലയിലെ കോടതിക്ക് പുറത്ത് വലിയൊരു സ്ഫോടനം ഉണ്ടായിരുന്നു. അന്ന് 12-ലധികം പേർ കൊല്ലപ്പെടുകയും 30ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു.